അചഞ്ചലമായ വിശ്വാസത്തിനുമാണെന്നാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ പറ്റിയാണല്ലോ. എല്ലാവർക്കും സംശയമുണ്ടാവും, ലോകത്തിലെ ഏറ്റവും മികച്ച മാതൃകാ ദമ്പതികളായിട്ടും ഈ അമ്പലത്തിൽ മാത്രമെന്താ ഉമയും പരമേശ്വരനും പരസ്പരം പുറംതിരിഞ്ഞിരിക്കുന്നതെന്ന്. പണ്ട് പാർവതിയും പരമേശ്വരനും തമ്മിൽ വലിയൊരു പിണക്കമുണ്ടായത്രേ. ഓ പിന്നെ മുത്തശ്ശനോട് പറയുക, ദേവി ദേവന്മാരൊന്നും അങ്ങനെ പിണങ്ങൂല. എന്നാ ശിവനും പാർവതി അങ്ങനെ അല്ല. അവരോളം പരസ്പരം പ്രേമിച്ചിട്ടുള്ള ആരും തന്നെ ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പോഴെന്തിനാ പിണങ്ങണേ? അതങ്ങനെയാ കുട്ടിയെ, ഇണക്കം ഉള്ളിടത്ത് പിണക്കം സ്വാഭാവിക. എന്നിട്ടെന്താ ഉണ്ടായത്? പിണക്കം നീണ്ടു നീണ്ടങ്ങ് പോയി. പാർവതിയുടെ പിണക്കം മാറ്റാൻ ശിവൻ കുറേ കാര്യങ്ങൾ ചെയ്തു. അവസാനം ശിവനോട് കരുണ തോന്നി. തുലാമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പാർവതി പരമശിവനോടുള്ള പിണക്കം മാറ്റി. ആ പിണക്കത്തിന്റെ ഓർമ്മയാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ. പുറംതിരിഞ്ഞിരിക്കുന്ന പാർവതിയെയും പരമശിവനെയും അന്നേ ദിവസം ഭക്തർക്ക് ഒരു വാതിലിലൂടെ ഒരുമിച്ച് കാണാം. ആ ദിവസം മംഗല്യപൂജ നടത്തി താലി ചാർത്തിയ ആ ദമ്പതികൾ 7 ജന്മം ഒന്നിച്ചു ജീവിക്കുമെന്ന വിശ്വാസം. മോളെ, വേദമോളെ. അങ്ങനെ ഈ നടയിൽ വന്ന് ഭക്തിയോടെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്ന എന്താ ഓർത്ത് നിൽക്കുന്നേ? പണ്ട് മുത്തശ്ശി ഈ കഥകളൊക്കെ പറഞ്ഞു തന്നത് തന്നെ. എന്നാ ആലോചിച്ച് നിൽക്കുന്നത് മതിയാക്ക്. അകത്ത് നട തുറക്കാറായി. വാ. ജഡ്ജിയത്തിന് മോളുണ്ടായിരുന്നോ? അല്ല, നാളെ കഴിഞ്ഞാൽ നിശ്ചയല്ലേ? അതെ തിരുമേനി, വിവാഹം മണ്ഡലകാലം കഴിഞ്ഞ് മകരത്തിലേ ഉണ്ടാവും. ശരി, നാളെ തുലാമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണെന്ന് അറിയാലോ. കെട്ടാൻ പോണ താലി നാളെ തന്നെ കൊണ്ടുവന്ന് പൂജിച്ച് വാങ്ങിക്കോളൂ. ഇനി ഈ ദിവസം വരാൻ 1 വർഷം കഴിയണ്ടേ? അല്ല, ചെറുക്കന്റെ വീട്ടുകാർ പറഞ്ഞൊന്നുമില്ല. താലി നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നാലും ധാരാളമായി. അങ്ങനെ ചെയ്യാം. ആയിക്കോട്ടെ, ദീർഘസുമംഗലി ആയിരിക്കട്ടെ. എന്താടോ? അവളുടെ ജീവിതത്തിൽ ഒരു നല്ല മുഹൂർത്തത്തിനും നിങ്ങളുണ്ടായിട്ടില്ല. നിങ്ങളുടെ ജോലിയും തിരക്കും അറിയാവുന്ന അവളാവട്ടെ ഒരു സങ്കടവും പറഞ്ഞിട്ടുമില്ല. അതുപോലെയല്ലല്ലോ കല്യാണം. നമ്മുടെ മോളുടെ നിശ്ചയത്തിനും വിവാഹത്തിനും ഞാനില്ലാതിരിക്കോ പറ്റണേ? ഇതുവരെയുള്ള അനുഭവം അതാണല്ലോ. അവള് പുതിയൊരു ജീവിതത്തിലേക്കാ പ്രവേശിക്കാൻ പോകുന്നത്, അത് ഓർമ്മ വേണം. എനിക്കറിയാം. അതുപോലെ തന്നെ പ്രധാനമാണ് കോടതി മുറിയിൽ എനിക്ക് മുന്നിലെ കൂട്ടിൽ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടു നിൽക്കുന്ന ഓരോ ആളും. നീ ആ കൗൺസിലർ ശ്രീനിയുടെ പിള്ളേരുമായി പുതിയൊരു കച്ചവടം തുടങ്ങിയെന്ന് പറഞ്ഞു. എന്താ വർഷോപ്പോ? എന്താ അത് ബോബി, അത് വിക്രം അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോ ഞങ്ങൾ 3-4 പേര് ചേർന്ന് ഒരു ചെറിയ ഏർപ്പാട്. പക്ഷേ ഞാൻ അങ്ങനല്ലല്ലോ കേട്ടത്. വർക്ക്ഷോപ്പിന്റെ മറവിൽ ശ്രീനിക്ക് വേണ്ടി CC വിടുത്തോ കുഴല് കടത്തലോ അങ്ങനെ എന്തൊക്കെയാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഒരേ പണി 2 പേർക്ക് വേണ്ടി ചെയ്യുന്നത് ശരിയാണോ തോമസേ? തോമസേ, ശ്രീനിയുടെ രാഷ്ട്രീയം എന്റെ തട്ടകമല്ല. പക്ഷെ കുഴൽപ്പണവും കൊട്ടേഷനും ഗുണ്ടാപ്പണിയും തൽക്കാലം ബോബി വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നീ അവനോട് ചെന്ന് അറിയിച്ചേക്ക്. ശ്രീനിക്ക് വേണ്ടി നിന്നെയൊക്കെ കൊണ്ട് നടക്കുന്ന വിക്രത്തോട്. വിക്രം! വഴിയിൽ വെച്ച് ബോബി എന്റെ വണ്ടി എറിഞ്ഞു. എന്നെ അടിച്ചിട്ട് എന്റെ വാഹനം എടുത്തോണ്ട് പോയി. വഴിയിലിട്ട് എന്നെ ഒരുപാട് തല്ലി. ജീവിക്കാനുള്ള എന്റെ ഒരേ ഒരു ഉപാധിയാ ആ വണ്ടി. അതെനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ.
കിടന്ന് അറപ്പ് മാറിയതുണ്ടാവും. നട റോഡിലിട്ട ഇപ്പൊ അടിയും തല്ലും. അറിയോ നിനക്ക്? നാട്ടുകാരുടെ മക്കളെ മുഴുവൻ ചൊല്ലിക്കൊടുത്തും തല്ലിക്കൊടുത്തും നേരെയാക്കാൻ നടന്ന മാഷിന് സ്വന്തം മക്കളുടെ കാര്യത്തിൽ എന്തേ ഇങ്ങനെ പറ്റിയതെന്ന പരിഹാസം കൽപ്പിക്കാനായി മാത്രം ഒരു ജന്മം. നല്ല അധ്യാപകനുള്ള പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങിച്ച സുധാകരൻ മാഷിന് പെൻഷൻ പറ്റുന്ന കാലത്ത് അഭിമാനിക്കാനുണ്ടായ മകനാണെന്നായിരുന്നല്ലോ നിന്റെ പറച്ചില്. ഇതാണോ ആ അഭിമാനം? അടിച്ചതിനകത്ത് കയറ്റരുത്, അതാ വേണ്ടത്. അതെങ്ങനെയാ? പാതിരാത്രി കയറി വരുമ്പോ വാതില് തുറന്നു കൊടുക്കാൻ നീ ഒരുത്തി ഉണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞ പെറ്റ വയറല്ലേ എന്ന കരച്ചിലും പിഴിച്ചിലും. ഇവനൊക്കെ പെറ്റ് വീണപ്പോഴേ പട്ടുപോയാ മതിയായിരുന്നു. വിക്രം സാറ് വീട്ടിലുണ്ടോ? ഇവളെന്തിനാ ആ നശിച്ചവന്റെ പുറകെ നടക്കുന്നത്? അതെങ്കിലും പറഞ്ഞു നിർത്തിക്കൂടെ നിനക്ക്? നിന്നോട് ആരടി കുരിപ്പൻ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ? നിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. അത് തീർക്കാൻ വരേണ്ടത് ഇവിടെ അല്ല. എന്റെ അസുഖത്തിനെ ഇവിടെ മാത്രം വരുന്നുള്ളൂ. അത് വാങ്ങാൻ വരുന്നത് അത്ര വലിയ തെറ്റാണ്. എന്തോന്ന്? ഉറങ്ങിക്കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോ പാവല്ലേന്ന് തോന്നി. ഇന്നലെ ബസ്സിൽ കിടന്ന് ദ്വന്ദ്വയുദ്ധം നടത്തിയ ഗുണ്ടാച്ചേട്ടനാണല്ലോ കിടക്കുന്നേന്ന് ഓർത്തപ്പോ ഒരു ഉമ്മ തരാൻ തോന്നി. അതെത്ര വലിയ തെറ്റാ? പേട്ടിയിലേക്ക് ഇപ്പോ വിക്രമേട്ടനെ പറ്റി മാത്രമേ സംസാരമുള്ളൂ. ആ ബോബി ഇനി ഒരു മാസത്തേക്ക് എണീറ്റ് നടക്കില്ലെന്നാണല്ലോ കേട്ടത്. അമ്മാതിരി കീറാണോ കീറിയത്? നീ ഇറങ്ങി പോവാൻ നോക്ക്. വന്ന കാര്യം കഴിയാതെ എങ്ങനെയാ വിക്രമേട്ടാ ഞാൻ പോവാ? അയ്യേ അതല്ല. ദേ ഇത് അമ്മയ്ക്കുള്ള കുറച്ച് മരുന്നാ. ആസ്മയ്ക്കുള്ള മരുന്നും ഇൻഹേലറും തീർന്നൂന്നേ ഇന്നലെ അമ്മ പറഞ്ഞിരുന്നു. അച്ഛന് പെൻഷൻ കാശ് കിട്ടാൻ അടുത്ത 5-ാം തീയതി ആവണ്ടേ? അതുവരെ മരുന്നില്ലാതാവണ്ട. ഞാൻ കൊടുത്താലേ ചിലപ്പോ അമ്മയ്ക്ക് വിഷമാവും. അതുകൊണ്ട് വിക്രമേട്ടൻ കൊടുത്താ മതി. അച്ഛൻ പറയണ പോലെ അങ്ങനെ ഒരു ഓട്ടക്കാലാണെന്നല്ല വിക്രമേട്ടനെ അവർക്ക് തോന്നട്ടെ. നീ ആരടി സ്ഫടികത്തിലെ ഉർവശിയും ഓട്ടക്കാലാണെങ്കിൽ വില ഉണ്ടാക്കി തരും. വലിച്ചും കുറച്ച് ഒരാളെ നിന്റെ വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ, നിന്റെ അച്ഛൻ. ഇത് അവിടെ കൊണ്ടേ കൊടുത്താൽ മതി. എന്റെ അമ്മയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. പിന്നെ നീ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ വാങ്ങി വെക്കൂല. നീ പറഞ്ഞത് ശരിയാണെന്ന് ഉറപ്പാണോ? ഇങ്ങനൊരു നുണ ഇവിടെ ഒന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ സാറിന്? നീ വാ. ഞാൻ ഇവരോട് എത്ര പറഞ്ഞതാ കാര്യങ്ങൾ നന്നായി അറിഞ്ഞും അന്വേഷിച്ച് വേണം പെരുമാറാനെന്ന്. വെറുതെ നിന്നെ മെനക്കെടുത്താനായിട്ട്. വിക്രം തൂക്കിയെടുക്കളാണ്. രാവിലെ എനിക്ക് ദൂതുമായി വന്നവനാ. നീയും നിന്റെ പിള്ളേരും കൂടി ചേർന്ന് എന്നെ ഒറ്റാൻ പോകുന്നു. സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വിട്ടവന്റെ പേര് കൂടി പറയടാ. പറയടാ. ബോബി. വേണ്ട സാറേ, അയാൾ മരിച്ചു പോവും. എന്നെ ചിലപ്പോ
ഞാൻ പോലും ഒറ്റീന്ന് വരും. പക്ഷെ ഇവൻ വിക്രം അവനൊരിക്കലും അത് ചെയ്യില്ല. എടുത്തോണ്ട് പോടാവനെ. ഇനി എന്റെ പിള്ളേരോട് കളിച്ച അവൻ ഈ നഗരത്തിൽ പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കില്ല എന്ന് പറഞ്ഞേക്ക്. വിക്രം, മാർക്കറ്റിലിട്ട് ഇത് ഈ തല്ലിയന് ഒരു പണി തിരിച്ചു തരാൻ നോക്കിയതാ പാവം. രാവിലെ ഫോൺ എടുത്തപ്പോ നിന്റെ ശബ്ദം എന്താ വല്ലാതിരുന്നേ? എന്തു പറ്റി? ഏയ്യോ ഒന്നുമില്ല. സാർ എന്തിനാ വിളിച്ചേ? ആ, ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് ഞാൻ ഡൽഹിക്ക് പോകും. സാറ് പോയിട്ട് വരണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ബൈ ഇലക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം വരാൻ. പിള്ള സാറ് കൂടെയുള്ളിടത്തോളം അത് പേടിക്കണ്ട. പക്ഷെ ഇന്നലെ ഒരു പിള്ള സാറെത്തി ടെൻഷനില്ല. അതാ നിന്നെ ഞാൻ വിളിപ്പിച്ചത്. പുറത്തിറങ്ങിയ പത്രക്കാർ വലിയ വാർത്തയാക്കുന്നുള്ളതുകൊണ്ട് സാറ് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇരു ചെവിയറിയാതെ തീർത്തു കൊടുക്കാന്ന് ഞാൻ വാക്കും കൊടുത്തു. നിന്നെ വിശ്വസിച്ചാണ്. എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് മാത്രം പറഞ്ഞാൽ മതി. സാറിനൊരു പെങ്ങള് മാത്രമേ ഉള്ളൂ എന്നറിയാലോ. ആ പെങ്ങളുടെ മകളൊരു അബദ്ധം കാണിച്ചു. സാറിന്റെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി. 18 വയസ്സ് തികയാത്ത കുട്ടിയുടെ അപേക്ഷ രജിസ്റ്റർ ഓഫീസിൽ സ്വീകരിക്കില്ല. ഇന്ന് അപേക്ഷ കൊടുത്തിട്ട് ഇനിയൊരു മാസം ഒളിച്ച് താമസിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അവർക്ക് മുന്നിലുള്ള ഏക വഴി ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് താലി കെട്ടിയിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. വിക്രം, ഈ ജില്ലയിലൊരു അമ്പലത്തിലും അവരെ താലി കെട്ടി നടക്കാൻ പാടില്ല. അത് ഉറപ്പാക്കാൻ വിക്രമിന് പറ്റുമില്ലയോ? സാറ് ധൈര്യമായിട്ട് വെക്കോ. ഇന്ന് ഒരു അമ്പലത്തിൽ വെച്ചും അവര് താലി കെട്ടില്ല. അത് ഈ വിക്രമിന്റെ ഉറപ്പ്. ഇതാണ് വിക്രം. ഈ നിന്നെ എന്നിൽ നിന്ന് പിരിക്കാനാണ് ആളുകൾ നോക്കുന്നത്. ഞാൻ സമ്മതിക്കോടാ. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങി പോന്നതാ. എനിക്കിന്ന് 18 വയസ്സ് തികഞ്ഞു. ഞങ്ങളെ തടയാൻ നിങ്ങളാരാ? ഞാൻ ആരാണെന്നേ നിനക്ക് വീട്ടിൽ പോകുമ്പോ മനസ്സിലാവും. അവളെ പിടിച്ച് വണ്ടി കയറണം. തൊട്ടുപോകരുത്. ഈ നിമിഷം മുതൽ ഞാൻ സന്തോഷേട്ടന്റെ ഭാര്യയാ. ആള് കെട്ടിയ താലിയാ എന്റെ കഴുത്തില്. ഈ രാജ്യത്തെ നിയമപ്രകാരം ഭാര്യയും ഭർത്താവും ആയവരാ ഞങ്ങള്. കഴുത്തി കിടക്കുന്ന ഈ മഞ്ഞ ചരടിന്റെ പേരാണോടി കല്യാണം? അങ്ങനെയാണെങ്കിൽ ഞാനത് ഇപ്പൊ തന്നെ പൊട്ടിച്ചോളെ. മതിയോ? ചേട്ടാ വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ആർക്കും ഒരു ശല്യം ചെയ്യാതെ സന്തോഷേട്ടാ. ഈ ചരട് നീ പൊട്ടിക്കുന്നോ അതോ ഞാൻ പൊട്ടിക്കണോ? വേണ്ട വേണ്ട ഏട്ടാ, എന്റെ താലിയായത്. ചേട്ടാ ഇത് നീ ആരോട് സംസാരിക്കുന്നറിയോ? ആരാടോ ഇയാള്? പോലീസോ അതോ ജഡ്ജിയോ? പബ്ലിക് സ്പേസിൽ ന്യൂസൻസ് ഉണ്ടാക്കുന്ന ഇവനെ പോലെയുള്ളവർക്ക് ആകെ ഒറ്റ പേരേ ഉള്ളൂ, തെമ്മാടി. അല്ലെങ്കിൽ വല്ലവരുടെയും കാശും വാങ്ങി കൂലിക്ക് തല്ലാൻ നടക്കുന്ന ഗുണ്ട. ഈ പിരിവെട്ട് കേസ് എവിടെ വന്നടാ? ഈ ദിവസം ഇവിടെ വന്ന ഒരു മഞ്ഞ ചരട് കൊണ്ടുവന്ന് കഴുത്തി കെട്ടിയ അതാരായാലും, അത് ഡ്രൈവറോ പിച്ചക്കാരനോ ഊരുതണ്ടിയോ ആരായാലും ജീവിതകാലം മുഴുവൻ അയാളുടെ കൂടെ കഴിയണമെന്നാണ്. അത്രയ്ക്ക് മഹത്വമാണോ ഈ കാരണം? അതങ്ങ് പൊട്ടിച്ചെറിഞ്ഞ ആകാശം ഇടിഞ്ഞ് വീഴുമെന്നാണോ? എന്നാ അതൊന്ന് കാണണമല്ലോ. വേണ്ട, നമുക്കിതിൽ ഇടപെടണ്ട ചേച്ചി. വേണ്ട, നമുക്ക് പോവാം. മിണ്ടാതിരിക്കെ ദീപ്തി. നിങ്ങൾ നോക്കുമ്പോ ഈ കുട്ടിയുടെ കഴുത്തിലുള്ളത് ഒരു മഞ്ഞ ചരട് മാത്രമായിരിക്കും. പക്ഷെ ഈ കുട്ടിക്കത് അവളുടെ ജീവനാണ്. ഇനിയുള്ള കാലം ഇവളുടെ കൂടെ ജീവിക്കാൻ പോകുന്ന പുരുഷനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ലോകത്തുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവൻ കയറി പിരിച്ച് കെട്ടിയിട്ടാണോ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ രീതി. ഇവിടെ താലിയാണെങ്കിൽ വേറെ സ്ഥലത്ത് അത് മോതിരമായിരിക്കും. ആ
ആചാരം മാറും. പക്ഷേ രണ്ടുപേർ തമ്മിൽ നൽകുന്ന ഉറപ്പ്, ജീവിതം മുഴുവൻ ഒരുമിച്ചായിരിക്കും എന്നുള്ള വിശ്വാസം, കമ്മിറ്റ്മെന്റ്, അത് മാറാൻ പോകുന്നില്ല. അത് ഒന്നാവാൻ പോകുന്നവർക്കല്ലേ. ഇവരുടെ കാര്യത്തില് അത് പൊട്ടിച്ചെറിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അതിന് തനിക്ക് ആരാ അധികാരം തന്നെന്നാ ഞാൻ ചോദിക്കുന്നത്. ഏത് പുരുഷനോടൊപ്പം ജീവിക്കണമെന്ന് സ്ത്രീയാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ വഴിയിലൂടെ പോകുന്ന തെരുവ് ഗുണ്ടയല്ല. നീ പെണ്ണിനോട് സംസാരിച്ച സമയം കളയാതെ നമ്മുടെ പെങ്കുച്ചിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കടാ. മോളെ, ഞങ്ങൾ പിള്ള സാർ അയച്ചിട്ട് വരുന്നവര്. നിന്നെ പ്രതി നിന്റെ വീട്ടുകാർ എന്തുമാത്രം സ്വപ്നം കണ്ടു എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. എന്തിനാ ഈ പ്രായത്തിൽ ഇമാതിരി ഒരു തീരുമാനം എടുത്തത്? ഇതുപോലൊരു കിഴങ്ങന്റെ കൂടെ ഇറങ്ങിപ്പോയി ജീവിതം തുലയ്ക്കുന്നത്. സമയമാവുമ്പോ നിനക്ക് പറ്റിയ ഒരാളെ നിന്റെ വീട്ടുകാർ തന്നെ കണ്ടെത്തി തരും. വാ, നടക്കും. ഇല്ല, എന്നെ താലി കെട്ടിയത് സന്തോഷേട്ടനാ. ഞാൻ സന്തോഷേട്ടന്റെ കൂടെ പോകൂ. ചേട്ടാ, അവളെ ഞാൻ നന്നായി നോക്കിക്കോളാം. അവൾക്ക് ഇഷ്ടമുള്ളത്തോളം പഠിപ്പിച്ചോളാം. ഞങ്ങൾ വെറുതെ വിട്ടേക്കും. വളയം പിടിച്ച് ജീവിക്കുന്ന നീ എത്ര ശ്രമിച്ചാലും എന്ത് ജീവിതമാണ് നമുക്ക് കൊടുക്കാൻ പോകുന്നത്? താലി എന്ന് പറഞ്ഞാൽ അത്ര പവിത്രമാണല്ലോ. ഇന്നത്തെ ദിവസം ഈ അമ്പലനടയിൽ വെച്ച് താലി ചാർത്തിയ 7 ജന്മം ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കേണ്ടവരവര്, അല്ലേ? അതെ, എന്താ സംശയമുണ്ടോ? നിനക്കൊന്നും പറയാനില്ല. ഈ പെണ്ണിന്റെ കഴുത്തിൽ അതേ മഞ്ഞച്ചരട് ഇപ്പൊ നിന്റെ കഴുത്തിലും. ഇതുമായി 7 ദിവസം പോലും നീ ജീവിക്കാൻ പോകില്ല. തെമ്മാടിയും ഗുണ്ടയുമായി എന്റെ ഭാര്യയെ ജീവിക്കുമെന്ന്. ഇടിച്ച് വണ്ടി കയറടാ. ലോകത്തുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു കയറ് പിരിച്ച് കെട്ടിയാണോ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത്? ഓരോരോ അനാചാരങ്ങളും അന്ധവിശ്വാസവും. ശരി, സമ്മതിച്ചു. പക്ഷെ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഈ താലി എന്തിനാ ജീവിതാവസാനം വരെ കഴുത്തിൽ തന്നെ തൂക്കി നടക്കുന്നത്? സാധാരണ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 2-3 ദിവസം മാളത്തിൽ ഒളിക്കുകയാണല്ലോ പതിവ്. ഇന്നെന്താ സ്ഥലം ശരിയായില്ലേ? എന്തായാലും സാർ എഴുന്നേറ്റ് ജീപ്പിലോട്ട് കയറ്. ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. നിനക്കെന്താ ഇനി താലപ്പൊലി വേണോ ജീപ്പിലൊന്ന് കയറാൻ? ദേഹത്തോടരുത്, ഞാൻ വന്നോളാം.